കൊച്ചിയിൽ വീണ്ടും രാസലഹരി വേട്ട നടന്നു. ഇത്തവണ MDMA-യുമായി പിടിയിലായത് പ്രൊഡക്ഷൻ കൺട്രോളറായ യുവാവ്. കോട്ടയം തലയോലപ്പറമ്പ് എടയാർ സ്വദേശി വിശാൽ സോമനെ ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത്. കടവന്ത്ര ഗിരിനഗറിലെ ഹോട്ടലിൽ മുറിയെടുത്തായിരുന്നു ലഹരി ഉപയോഗവും വിപണനവും. കൊച്ചി നഗരത്തെ ലഹരിമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട്. എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ പോലീസിന്റെ പിടിയിലാകുന്നത്. 5.4 ഗ്രാം MDMA-യാണ് ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. കോട്ടയം തലയോലപ്പറമ്പ് ഇടയാർ സ്വദേശിയായ വിശാൽ സോമന് സിനിമാ മേഖലയിലടക്കം വലിയ പിടിപാടാണുള്ളത്. ഇതുവഴിയാണ് ലഹരി മാഫിയയുമായുള്ള ബന്ധം ഇയാൾ കൂടുതൽ ദൃഢമാക്കിയത്. കടവന്ത്ര ഗിരിനഗറിലെ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ച വിശാൽ അവിടെ വച്ചാണ് ലഹരി ഉപയോഗം നടത്തിയത്. കൂടാതെ അവിടെ നിന്ന് ലഹരി തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസും അതോടൊപ്പം തന്നെ ചെറിയ പാക്കറ്റുകളാക്കി വിപണനത്തിന് വെച്ചിരിക്കുന്ന പൊതികളും കണ്ടെത്തി. ഇതോടെ പോലീസിന് ഒരു കാര്യം വ്യക്തമായി. ഇവിടെ ലഹരി ഉപയോഗം മാത്രമല്ല, ലഹരി വിപണനവും നടന്നിട്ടുണ്ട് എന്ന കാര്യം. പിന്നീട് ഇയാളുമായി നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് മറ്റ് ലഹരി മാഫിയ ബന്ധങ്ങൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ലഹരി കേസിൽ പിടിയിലായ കെവിൻ അതോടൊപ്പം തന്നെ സാദിഖ് എന്നിവരുമായും വിശാലിന് അടുത്ത ബന്ധമുണ്ട്. ഇവരൊക്കെ നഗരത്തിലെ പ്രധാന ഡ്രഗ് ഡീലർമാരുമായിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത്. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് പ്രധാന ഡ്രഗ് ഡീലറായ സാദിഖിൽ നിന്ന് വിശാൽ ലഹരി വാങ്ങുന്നത്. 5.04 ഗ്രാമാണ് ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാൾ ആർക്കെല്ലാം ലഹരി വിപണനം നടത്തിയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.